മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ ആദിലയും നൂറയും സാബുമാനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അക്ബറിനെ കുറിച്ചാണ് 3 പേരും സംസാരിക്കുന്നത്. ഇവർ പറയുന്നത് അക്ബർ ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുകയാണ്. പുറത്തുപോയി ഒറ്റയ്ക്ക് ഊഞ്ഞാലിലിരിക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. അമ്മയെക്കുറിച്ചുള്ള പാട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് ആദില പറയുന്നുണ്ട്. ഇനി വെറുതെ അമ്മയെ മിസ് ചെയ്തിട്ട് പാടിയതാണോ അതുമല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി പാടിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അങ്ങനെ ഒറ്റയ്ക്കിരിക്കാറില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുവാണോ എന്നൊരു സംശയമുണ്ട് എന്ന് ആദില പറയുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് അക്ബർ മാനിപ്പുലേഷനാണ്. നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. കാര്യങ്ങൾ വളച്ചൊടിക്കാനും അക്ബറിന് ഒരു കഴിവുണ്ട്. പണ്ട് അക്ബർ ചെയ്തിരുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുള്ളിലാണ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഗ്രൂപ്പ് പൊളിഞ്ഞതുകൊണ്ടാവും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നു. ആദില ഈ മാനിപ്പുലേഷൻ്റെ കാര്യം പറയുമ്പോൾ സാബുമാൻ പറയുന്നത് അക്ബർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അക്ബറിന് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും അറിയാമെന്ന്. ആ ഒരു കഴിവ് അക്ബറിനുണ്ട് എന്ന് സാബുമാനും പറയുന്നു. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെക്കുറിച്ച് ഇന്നലെ ആദിലയും നൂറയും അനുമോളും ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോഴും നൂറ പറഞ്ഞത് അക്ബറും നെവീനും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുകയാണ്. അക്ബർ എന്നോട് മിണ്ടാറേയില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയും, അല്ലാതെ ഒന്നും മിണ്ടില്ല. സാബുമാനോടൊക്കെ മിണ്ടുന്നത് കണ്ടു. ഉടനെ അനുമോള് പറയുന്നുണ്ട്, ഞാൻ സാബുമാനോട് ചോദിച്ചിരുന്നു നീയും അക്ബറും എന്താണ് സംസാരിച്ചതെന്ന്. അപ്പോൾ ഫാമിലി കാര്യമാണ് സംസാരിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ പുറത്തുള്ളവർ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നും. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, ഇന്നലെ അക്ബർ വന്ന് ഷാനവാസിനോട് സോറി പറഞ്ഞപ്പോൾ ഷാനവാസ് പുച്ഛിക്കുന്നത് പോലെ കളഞ്ഞു. അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അതുമല്ല, ഷാനവാസിക്ക് അടുത്തിരിക്കുമ്പോൾ ഞാൻ അക്ബറിൻ്റെയോ നെവീൻ്റെയോ കാര്യം പറയുമ്പോൾ അയാളുടെ മുഖം മാറുന്നുണ്ട്. എനിക്ക് പക്ഷേ അക്ബറും നെവീനും അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. പിന്നെ അക്ബറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ആര്യൻ, അവൻ പുറത്തു പോയതിൻ്റെ സങ്കടവും ഉണ്ടാവും. പക്ഷേ ഇവരിങ്ങനെ മാറിയിരിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ളവർ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന പോലെ വിശ്വസിക്കും. ചിലപ്പോൾ അതുതന്നെ ആയിരിക്കും അവർക്ക് വേണ്ടതും. അക്ബർ സിമ്പതി കാർഡാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അങ്ങനെ അക്ബറിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.